നയപ്രഖ്യാപന വിവാദത്തിൽ സർക്കാർ ഗവർണർ പോരുമുറുകുകയാണ്. ഗവർണറുടെ കത്തിന് മറുപടി നൽകില്ലെന്ന് സ്പീക്കർ തുറന്നടിച്ചു. കിട്ടിയത് മാധ്യമങ്ങൾക്ക് കൊടുത്ത കത്തിന്റെ കോപ്പിയാണ്. അതിനൊന്നും മറുപടിയില്ലെന്നും ഷംസീർ പറഞ്ഞു. താൻ പ്രസംഗിക്കാത്ത കാര്യങ്ങൾ മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തത് ചോദ്യം ചെയ്താണ് ഗവർണർ കത്തയച്ചത്. ഞങ്ങൾക്ക് ലഭിച്ചത് കോപ്പിയാണ്. കത്ത് പത്രക്കാർക്ക് കൊടുക്കുകയും അതിന്റെ കോപ്പി വാങ്ങിച്ച് ഉത്തരം കൊടുക്കേണ്ടവരാണ് സ്പീക്കറുടെ ഓഫീസ് എന്നത് ഗവർണറല്ല, അദ്ദേഹത്തിന്റെ ഓഫീസ് ഗൗരവമായി പരിശോധിക്കേണ്ട കാര്യം. ഞങ്ങൾക്ക് ഡയറക്റ്റ് കത്ത് തന്നാൽ മറുപടി കൊടുക്കും. പത്രക്കാർക്ക് തന്നെ കോപ്പി കൊടുത്താൽ മറുപടി കൊടുക്കില്ല. അതിന് മറുപടിയില്ല. ഞങ്ങൾക്ക് നേരിട്ട് തരട്ടെ, അപ്പം മറുപടി കൊടുക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജാണ് നമുക്കൊപ്പം ചേരുന്നത്. അർജുൻ, ഇക്കാര്യത്തിൽ ഗവർണറും സർക്കാരും തമ്മിൽ ഒരു ഉടക്കുണ്ടാകും എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു അന്ന് നിയമസഭയിൽ കഴിഞ്ഞ കാര്യങ്ങൾ കണ്ടപ്പോൾ തന്നെ. ഇതിലിപ്പോൾ അടുത്ത നടപടിയിലേക്ക് കാര്യങ്ങൾ നീക്കുമ്പോൾ എന്താണ് ഇനി സർക്കാർ ഇതിനകത്ത് സ്വീകരിക്കാൻ പോകുന്ന നിലപാട്? അതിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് അനുമാനിക്കാൻ കഴിയുമോ ഈ ഘട്ടത്തിൽ? സംഗീത, കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് സർക്കാരുമായിട്ടുള്ള ഗവർണറുടെ ഏറ്റുമുട്ടൽ കടക്കാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. ഇതുവരെ സർക്കാരുമായിട്ടാണ് നേരിട്ട് ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നതെങ്കിൽ സ്പീക്കർ, നിയമസഭയുടെ നാഥൻ കൂടി ഇപ്പോൾ അതിൽ പങ്കാളികളാകുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറുകയാണ്. മാധ്യമങ്ങൾക്ക് നൽകിയതിന് ശേഷം കത്ത് സ്പീക്കറുടെ ഓഫീസിൽ നൽകിയതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴത്തെ വിവാദം. അതിൻ്റെ അടിസ്ഥാനം നയപ്രഖ്യാപന പ്രസംഗം ആണ്. നിയമസഭയിൽ ഗവർണർ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ടാണ് സർക്കാർ നൽകിയ ചില ഭാഗങ്ങൾ ഒഴിവാക്കുകയും തൻ്റെതായ ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തുമായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. അത് തിരിച്ചറിഞ്ഞ് മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടുകൊണ്ട് ഗവർണർ വായിച്ച ഭാഗം ഒഴിവാക്കി സംസ്ഥാന സർക്കാർ നേരത്തെ ഉൾപ്പെടുത്തിയിരുന്ന ഭാഗം വായിച്ചുകൊണ്ട് ആ നിയമസഭാ വേദിയിൽ വെച്ച് തന്നെ മറുപടി നൽകുകയും ചെയ്തു. അതിനുശേഷം ഗവർണർ വായിച്ചതല്ല, സംസ്ഥാന സർക്കാർ അംഗീകരിച്ചതാണ് നിയമസഭയിലെ നയപ്രഖ്യാപന പ്രസംഗം എന്ന നിലപാട് സ്പീക്കർ എടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയത്. എന്താണ് സംഭവിച്ചതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം, നിയമസഭയിലെ വീഡിയോ ദൃശ്യങ്ങളടക്കം വേണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഗവർണർ ലോക്ഭവൻ സ്പീക്കറുടെ ഓഫീസിന് കത്ത് നൽകിയത്. പക്ഷേ അതിനു മുൻപ് തന്നെ ഇത് സംബന്ധിച്ചുള്ള വാർത്ത മാധ്യമങ്ങൾക്കാണ് നൽകിയത്. അതായത് കത്തിൻ്റെ കോപ്പി മാധ്യമങ്ങൾക്ക് നൽകിയതിനു ശേഷമാണ് സ്പീക്കറുടെ ഓഫീസിന് നൽകിയതെന്നാണ് ഇപ്പോൾ സ്പീക്കർ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു കത്തിന് മറുപടി നൽകാൻ പറ്റില്ല എന്ന കടുത്ത നിലപാട് സ്പീക്കർ എടുത്തിരിക്കുകയാണ്. ഗവർണർക്ക് വിശദീകരണം വേണമെങ്കിൽ നേരിട്ട് സ്പീക്കറുടെ ഓഫീസിന് കത്ത് നൽകട്ടെ എന്ന നിലപാടിലേക്ക് സ്പീക്കർ എത്തിയിരിക്കുകയാണ്. സംഗീതം. ശരി അർജുൻ, ഇനി അക്കാര്യത്തിൽ ഏത് രീതിയിൽ ലോക്ഭവൻ ഒരു നിലപാടെടുക്കും, അതിനോട് പിന്നീട് സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും, സ്പീക്കർ അടക്കമുള്ളവർ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഇനി നമുക്ക് പോകാം.